നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ആബിദ് വധ 3 പേർ കൂടി പിടിയിൽ, അന്വേഷണം തുടരുന്നു. വ്യാജ മണൽ പാസ്, മുഖ്യപ്രതിയും യൂത്ത് ലീഗ് നേതാവുമായ റഫീഖ് കേളോട്ടിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. KCN ഇത് ഇമ്പാക്റ്റുകളുടെ വർഷം. 2014 KCN വാർത്തകൾ തുണയായത് നിരവധി കുടുംബങ്ങൾക്ക്. ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റ്. BJP മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. കാസർഗോഡ് ജില്ലയിൽ 2 ലക്ഷം പേരെ BJP അംഗങ്ങളാക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ. ജില്ലയിലെ CCTV ക്യാമറകൾ ഉടൻ മെഴി തുറക്കും. ഒരുങ്ങുന്നത് 86 ക്യാമറകൾ. വിശദമായ വാർത്തകളിലേക്ക്. തളങ്കരയിലെ സൈനുൽ ആബിദീൻ വധവുമായി ബന്ധപ്പെട്ട് 3 പേർ കൂടി പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തളങ്കര നുസ്രത്ത് നഗർ റോഡിലെ സൈനുൽ ആബിദീനെ MG റോഡിലെ ചക്ര ബസാറിനടുത്തുള്ള ബെഡ് സെന്ററിൽ കയറി കുത്തിക്കൊന്ന സംഭവത്തിൽ 3 പേരെ കൂടി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പെയിന്റിംഗ് തൊഴിലാളി പാറക്കട്ട മീപ്പുഗിരി അണങ്കൂർ റോഡിലെ കൃഷ്ണ, മന്നിപ്പാടി ആലങ്കോട് കോളനിയിലെ KB രാജേഷ് എന്ന ബിജു, കറന്തക്കാട് ഹോണ്ട ഷോറൂമിലെ ജീവനക്കാരനും എരിയാൽ കുറുവയൽ സ്വദേശിയുമായ K. സച്ചിൻ എന്ന സച്ചു എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കുറ്റം ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് CI പറഞ്ഞു. ഇതോടെ ആബിദ് വധക്കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ബീരന്തുവയലിലെ തേജസ്, പാറക്കട്ടയിലെ അഭിഷേക്, കുഡ്ലു, പച്ചക്കാട്ട് അക്ഷയ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. ആബിദ് കൊല്ലപ്പെട്ട ദിവസം ഉച്ചയ്ക്ക് കറന്തക്കാട്ട് ഒരു ഷെഡിൽ ഒത്തുകൂടി കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചനയിൽ ഇവർ പങ്കാളികളായി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവരെ കേസിൽ പ്രതി ചേർത്തത്. വ്യാജ മണൽ പാസ്, ലക്ഷങ്ങൾ തട്ടിയ കേസിലെ മുഖ്യപ്രതിയും മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ റഫീഖ് കേളോട്ടിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ തുടരുന്നത്. വ്യാജ മണൽ പാസ് നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയും മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ റഫീഖ് കേളോട്ടിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കഴിഞ്ഞ ദിവസം ഗൾഫിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് റഫീഖ് കേളോട്ടിനെ പോലീസ് പിടികൂടിയത്. വ്യാജ മണൽ പാസ് കേസിൽ അന്വേഷണം ആരംഭിച്ചതോടെ റഫീഖ് ഒളിവിൽ പോയിരുന്നു. രാജ്യത്തിന് പുറത്ത് കടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വിമാനത്താവളങ്ങളിലേക്ക് വിവരം കൈമാറിയിരുന്നു. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം റഫീഖ് കേളോട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. പാസ്പോർട്ട് പരിശോധനയ്ക്കിടെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരാണ് റഫീഖിനെ പിടികൂടിയത്. പിന്നീട് ജില്ലാ പോലീസ് മേധാവിയെ വിവരം അറിയിക്കുകയും ഹോസ്ദുർഗ് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. MSF ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആബിദ് ആറങ്ങാടിയുടെ ഉടമസ്ഥതയുള്ള കാഞ്ഞങ്ങാട്ടെ പ്രിന്റേജ് ഫ്ലക്സ് സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ മണൽ പാസ് പിടിച്ചെടുത്തത്. കേസിൽ ആബിദ്, പാർട്ട്ണർ ഷഫീഖ് കൂലിയങ്കാൽ എന്നിവർക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തുവെങ്കിലും ഇവർ ഗൾഫിലായതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇവർക്കെതിരെയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആബിദിൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോഴാണ് റഫീഖ് കേളോട്ടിന് വ്യാജ മണൽ പാസ് നിർമ്മാണവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത്. റഫീഖിൻ്റെ മേൽനോട്ടത്തിൽ കാസർകോട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഓൺലൈൻ പോർട്ടിലും ബദിയടുക്കയിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വ്യാജ മണൽ പാസും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റും കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റഫീഖിനെ മുഖ്യ പ്രതിയാക്കി. വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരൻ മുഹമ്മദ് ബഷീറും കേസിൽ പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KCN ചാനലിന് ഇത് ഇമ്പാക്റ്റുകളുടെ വർഷം. ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന വിവിധ വാർത്തകൾ നിരവധി പാവങ്ങൾക്കാണ് തുണയായത്. ഞങ്ങളുടെ ഓരോ വാർത്തകളെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയായിരുന്നു 2014 കണ്ടത്. KCNന് ഇത് ഇമ്പാക്റ്റുകളുടെ വർഷമായിരുന്നു. ഞങ്ങളുടെ പല പ്രധാനപ്പെട്ട വാർത്തകളും സോഷ്യൽ മീഡിയകളിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. വാർത്തകൾക്ക് കാരുണ്യത്തിൻ്റെ മുഖം നൽകിയപ്പോൾ നിരവധി പാവങ്ങളെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. കഴിഞ്ഞ നോമ്പ് കാലത്ത് ഞങ്ങൾ പുറത്തുവിട്ട ചെറുക്കളിയിലെ ആമിനയുടെയും കുഞ്ഞുമക്കളുടെയും ദുരിതകഥ ഒരുപക്ഷെ സൈബർ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി മാറി. ടെലികാസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം അത് വലിയ വൈറലായി മാറി. പൊളിഞ്ഞു വീഴുന്ന കുടിലിൽ മഴ നനഞ്ഞ അവരുടെ കഥ രാജ്യാതിർത്തിയും കടന്നുപോയപ്പോൾ വിവിധ ദിക്കുകളിലുള്ള 7 ടീമുകളാണ് അവർക്ക് വീട് വാഗ്ദാനവുമായി എത്തിയത്. എന്നാൽ നന്മ പറ്റാത്ത ആയിരങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് സഹായഹസ്തം നീട്ടിയപ്പോൾ അത് 18 ലക്ഷത്തോളമായി. ഒടുവിൽ ആ പണം ഉപയോഗിച്ച് നെല്ലിക്കട്ടയ്ക്ക് സമീപം മനോഹരമായ വീടൊരുക്കി നൽകി. ഞങ്ങളുടെ വാർത്തയിലൂടെ അവർ ആ വീട്ടിലിപ്പോൾ സുഖമായി കഴിയുന്നു. ആമിനയുടെ വാർത്ത പുറത്തുവിട്ട് 10 ദിവസം കഴിയുമ്പോൾ പുറത്തു കൊണ്ടുവന്ന മംഗലാപുരത്തിന് സമീപം ആനക്കല്ലിലുള്ള അന്ധനായ സാദിഖിൻ്റെയും കുഞ്ഞുമക്കളുടെയും കഥയും പ്രേക്ഷകർ അതിവേഗമാണ് സ്വീകരിച്ചത്.
സുമനസ്സുകൾ ഒരേപോലെ കൈകോർത്തു. ഇപ്പോൾ അവരുടെ വീടിൻ്റെ പണി 90% പൂർത്തിയായിരിക്കുന്നു. ഇക്കഴിഞ്ഞ നവംബർ 12-നായിരുന്നു ഏറ്റവും വലിയ വൈറലുകളിലൊന്ന് പിറന്നത്. ബോവിക്കാനത്ത് തെരുവ് സർക്കസ് കളിക്കുകയായിരുന്ന കലാകാരനെ ഒരു പോലീസുകാരൻ ക്രൂരമായി തല്ലിയ രംഗം ഞങ്ങൾ പുറം ലോകത്തെ അറിയിച്ചു. 10 ലക്ഷത്തോളം പേർ സോഷ്യൽ മീഡിയയിലൂടെ ഇത് കണ്ടു. ഒടുവിൽ ഞങ്ങളുടെ വാർത്തയെ തുടർന്ന് ആ പോലീസുകാരനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നായന്മാർ മൂലയിലെ 3 കുടുംബങ്ങളുടെ വാർത്ത പുറത്തുവിട്ടത് നവംബറിലായിരുന്നു. ഇതിൽ പാമ്പ് വരുന്ന കുടിലിൽ കഴിയുന്ന ചാലയിലെ അബ്ദുറഹ്മാന്റെ ദയനീയ ചിത്രമായിരുന്നു ഏറെ സങ്കടം പകർന്ന കാഴ്ച. രാത്രി പുറത്തുവിട്ട വാർത്തയ്ക്ക് രാവിലെയാകുമ്പോഴേക്കും ഫലം കണ്ടു. അബ്ദുറഹ്മാന് വീട് നൽകാൻ വ്യവസായ പ്രമുഖൻ നെഹിയ തളങ്കര മുന്നോട്ട് വന്നു. ഈ വീടിൻ്റെ പണി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്തയും കണ്ടത്. നായന്മാർമൂല നഗരത്തിൽ മതിലിന് ഓലക്കീറ് ചാരിവെച്ച് ജീവിക്കുന്ന 80-കാരിയുടെയും മാനസിക രോഗിയായ മകൻ്റെയും കഥ കാസർഗോഡിനെ കണ്ണീരണിയിച്ചു. വാർത്ത വന്ന നിമിഷങ്ങൾക്കകം കുവൈത്തിലെ നിലാവു എന്ന ചാരിറ്റി സംഘടന 1 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. പിന്നീട് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി സഹായങ്ങൾ ഒഴുകി. പ്രമുഖ പ്രഭാഷകൻ നൌഷാദ് ബാക്കവിയും ആ ഉമ്മയുടെ കുടിലേക്ക് സഹായവുമായി നേരിട്ടെത്തി. അതോടൊപ്പം ഞങ്ങൾ പുറത്തുവിട്ട ചാലക്കുന്നിലെ താഹിരയുടെ ദയനീയ ജീവിതത്തിലേക്ക് സഹായം ഒഴുകുകയായിരുന്നു. അവരുടെ വീട് നിർമ്മാണവും നടന്നുവരുന്നു. ആകെയുണ്ടായിരുന്ന വീൽ ചെയർ കള്ളൻ കൊണ്ടുപോയതോടെ ഭർത്താവിനെ ചുമന്നു നടക്കുന്ന സ്ത്രീയുടെ കഥ പുറത്തുവിട്ടപ്പോഴും അഭൂതപൂർവമായ പ്രതികരണമായിരുന്നു ലഭിച്ചത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഗൾഫ് നാടുകളിൽ നിന്നും ലണ്ടൻ, അമേരിക്ക, കാനഡ തുടങ്ങിയ നാടുകളിൽ നിന്ന് പോലും സഹായ വാഗ്ദാനവുമായി ആളുകൾ വിളിച്ചു. 2000-ലധികം ആളുകളാണ് സഹായ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നത്. ഒടുവിൽ ആദ്യം വിളിച്ച കാളിയങ്കാട്ട് യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് പ്രവർത്തകർ അവർക്ക് വീൽ ചെയർ നൽകി. ഏറ്റവും ഒടുവിലായി ഞങ്ങൾ പുറത്തുവിട്ട വാർത്ത ഏക മകൻ നഷ്ടപ്പെട്ടപ്പോൾ പെരുവഴിയിലായി പോയ ബോവിക്കാനത്തെ ആസിയയുടെ കഥയായിരുന്നു. ആ സങ്കടക്കാഴ്ചയ്ക്ക് മുന്നിലും സുമനസ്കർ കൈകോർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. വിവിധ ദിക്കുകളിൽ നിന്നായി ഒഴുകിയെത്തിയ 2 ലക്ഷം രൂപ ഉപയോഗിച്ച് അവർക്ക് 3 സെന്റ് സ്ഥലം വാങ്ങി. വീടിൻ്റെ പ്രവർത്തനത്തിനും തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ്. എന്തു തന്നെയായാലും ഞങ്ങളുടെ ഓരോ വാർത്തകളോടും പ്രേക്ഷകർ പ്രതികരിച്ച രീതി ഈ ഭൂമിയിൽ നിന്ന് നല്ല മനുഷ്യൻ മരിച്ചു പോയിട്ടില്ല എന്നതിന് വലിയ തെളിവായിരുന്നു. എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 2 ലക്ഷത്തോളം പേരെ BJP അംഗങ്ങളാക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ കാസർഗോഡ് മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ BJP മെമ്പർഷിപ്പിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിലുള്ളവർ രാജിവെച്ച് BJPയിൽ ചേരുന്നതും യുവാക്കൾ BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നതും പാർട്ടിക്ക് ശക്തി വർദ്ധിക്കും. ഇത് മെമ്പർഷിപ്പിന്റെ എണ്ണത്തിലും പ്രകടമാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനുവരി മാസം 1-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. നേരത്തെ ചില പത്രങ്ങളിൽ കേരളത്തിൽ BJPയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം സുഗമമായി നടക്കുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മെമ്പർഷിപ്പിന്റെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. അവരെല്ലാവരും ആ ആക്ഷേപം ഉന്നയിച്ചത് വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെയായിരുന്നു. കേരള മെമ്പർഷിപ്പിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് മാത്രമാണ് തുടങ്ങുന്നത്. എന്നാൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത, നമ്മുടെ പാർട്ടി പ്രവർത്തകർ ആരും തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 2.5 ലക്ഷം പ്രാഥമിക അംഗങ്ങൾ സ്വമേധയാ ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് സത്യം. പാർട്ടി സംസ്ഥാന സമിതി അംഗം P. രമേശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് P. സുരേഷ് കുമാർ ഷെട്ടി, മണ്ഡലം പ്രസിഡന്റ് സുദാമ ഗോസാഡ, ഗുരുപ്രസാദ്, അഡ്വക്കേറ്റ് സുന്ദർ റാവു, ഗിരീഷ് റാവു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ CCTV ക്യാമറകൾ ഉടൻ മേഴ് തുറക്കും. 86 ക്യാമറകളാണ് കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടുമായി ഒരുങ്ങുന്നത്. കാഞ്ഞങ്ങാട്, കാസർഗോഡ് നഗരപ്രദേശങ്ങളിലെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 86 ക്ലോസ്ഡ് സർക്യൂട്ട് TV ക്യാമറകൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് അറിയിച്ചു. ജില്ലാ സമാധാന കമ്മിറ്റി യോഗത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. CC ക്യാമറയുടെ ട്രയൽ റണ്ണിംഗ് ആണ് ഇപ്പോൾ നടന്നുവരുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ചില ക്യാമറകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല. അവ ഉടൻ ശരിയാക്കി സ്ഥാപിക്കും. ചക്രബസാറിനടുത്ത് യുവാവിനെ കൊല ചെയ്ത സംഭവത്തിന് സമീപമുള്ള CC ക്യാമറ തകരാറായിട്ടുണ്ടെങ്കിലും തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ആ ക്യാമറകൾ ഒപ്പിയെടുത്ത ചിത്രങ്ങളിൽ ലഭിച്ച തെളിവുകൾ ഈ കേസിൽ ഉപയോഗിക്കാൻ കഴിയും. കൊല നടന്ന സ്ഥലത്തിനടുത്തുള്ള ക്യാമറ പ്രവർത്തിക്കാത്തതിനു പിന്നിൽ അട്ടിമറി ശ്രമമൊന്നും ഉണ്ടായിരുന്നതായി തെളിവില്ലെന്നും പോലീസ് അറിയിച്ചു. ജില്ലയിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ജില്ലാ പോലീസിന്റെ കൺട്രോൾ റൂം നേരത്തെ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൗഹാർദ്ദം സേവനമായി വൺ സ്റ്റെപ്പിൽ പുലിക്കുന്ന് പാർക്കിന് പുതുമോടി.
സൗഹാർദ്ദത്തിന് സേവനത്തിന്റെ മുഖം കൈവന്നപ്പോൾ പുലിക്കുന്ന് പാർക്കിന് പുതുമോടി. കാടുമൂടിക്കിടക്കുന്ന പാർക്കിനെ ഒരു കൂട്ടം യുവാക്കൾ ശ്രമദാനത്തിലൂടെ വെട്ടിത്തെളിച്ചപ്പോൾ അത് സൗഹാർദ്ദത്തിന്റെയും സേവനത്തിന്റെയും വലിയ സന്ദേശമായി മാറി. മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് ആളുകൾ പരസ്പരം പോരടിക്കുന്ന കാലത്താണ് മതവും ജാതിയും പരസ്പരം സ്നേഹിക്കാനും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് യുവാക്കൾ കൂട്ടമായി എത്തി സേവന പ്രവർത്തനം നടത്തിയത്. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി നാരായണൻ, ഉസ്മാൻ കടവത്ത് സംബന്ധിച്ചു. ബി ഫാറൂഖ്, ബുർഹാനുദ്ദീൻ റബ്ബാനി, സി സമീർ, CM അബ്ദുള്ള, ഷഹീം ചമനാട്, സജ്ജാദ് ചമനാട്, സുധീഷ് ദിനേശ്, അരുൺ ആൽബർട്ട്, ഷഹറാൻ ചമനാട്, ഹസീബ് താലങ്ങാടി, ഷാഹിദ് പുലിക്കുന്ന്, NA മുഹമ്മദ്, ഷുനൈബ്, M സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തളങ്കര സ്കൂളിന്റെ പച്ചക്കറിത്തോട്ടത്തിൽ പൈനാപ്പിളിന്റെ വിളവെടുപ്പ് ഉത്സവം. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തിൽ വിളഞ്ഞത് 100 മേനി. സ്കൂൾ മുറ്റം മനോഹരമായി തോട്ടമായി മാറിയ തളങ്കര മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത് പൈനാപ്പിളിന്റെ വിളവെടുപ്പ് കാലമാണ്. വിവിധ പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞു നിൽക്കുന്ന ദിക്കിൽ നിന്ന് മധുരം വിതറുന്ന പൈനാപ്പിളുകൾ വിളവെടുത്തപ്പോൾ അത് നാടിന് ആഹ്ലാദത്തിന്റെ കൊയ്ത്തുകാലമായി മാറി. സ്കൂൾ പരിസരത്ത് വിശാലമായ സ്ഥലത്താണ് കുട്ടികൾ കഠിനാധ്വാനം കൊണ്ട് കാർഷിക വിപ്ലവം തീർത്തത്. നിറഞ്ഞു നിൽക്കുന്ന വിളകൾ കാണാൻ അഴകുള്ള കാഴ്ചയാണ്. വാഴത്തോട്ടങ്ങളും കരിമ്പിൻ കാടുകളും പിന്നെ ഓറഞ്ചും ചാമ്പക്കയും തൊട്ട് സകലതും കുട്ടികളുടെ പാടത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും വിളവെടുപ്പ് കെങ്കേമമായിരുന്നു. പഠനത്തിന്റെ ഒഴിവുനേരങ്ങളിലാണ് കുട്ടികൾ കൃഷിപ്പണിക്കായി സമയം കണ്ടെത്തുന്നത്. PTA കമ്മിറ്റിയും സ്കൂൾ അധികൃതരും ഒരുക്കിക്കൊടുത്ത സ്പ്രിംഗ്ലിംഗ് സൗകര്യം സദാസമയം കൃഷിയിടത്തിലേക്ക് വെള്ളമെത്തിക്കുന്നു. കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. പഠനം മാത്രമല്ല ജീവിതമെന്നും പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നതെന്നും MLA പറഞ്ഞു. പ്രിൻസിപ്പൽ VA ജോസഫ്, ഹെഡ്മാസ്റ്റർ T അബൂബക്കർ, PTA പ്രസിഡന്റ് KA മുഹമ്മദ് ബഷീർ വോളിബോൾ, OSC സെക്രട്ടറി എരിയാൽ ഷരീഫ്, ഡോക്ടർ MP മുഹമ്മദ് ഷാഫി, PTA ഭാരവാഹികളായ മലബാർ അബ്ബാസ്, ഉസ്മാൻ കടവത്ത്, ബഷീർ കൊല്ലമ്പാടി, കുഞ്ഞാമത് മാസ്റ്റർ, TA ഷാഫി, കൃഷ്ണകുമാർ, ഫൈസൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ ഗെയിംസിന് കാസർഗോട്ട് വേദി നൽകാത്തതിൽ പ്രതിഷേധം. ഇതിന്റെ ഭാഗമായി ജനുവരി 19 കാസർഗോട്ട് റൺ ബാക്ക് റൺ പ്രതിഷേധം സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജനുവരി 31 മുതൽ ദേശീയ ഗെയിംസ് കേരളത്തിൽ വിരുന്നെത്തുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദിയൊരുക്കിയപ്പോഴും കാസർഗോഡിനെ വേദിയുടെ കാര്യത്തിൽ തഴയുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ജനുവരി 19 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റൺ ബാക്ക് പ്രതിഷേധ ഓട്ടം സംഘടിപ്പിക്കാൻ സ്വാഭിമാൻ കാസർഗോഡ് തീരുമാനിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ കായിക താരങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നദ്ധ സംഘടനാ ക്ലബ്ബ് പ്രവർത്തകരും വിദ്യാർത്ഥികളും ഇതിൽ അണിനിരക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നമ്മൾ 19-ാം തീയതി 3 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഒരു കൂട്ട ഓട്ടം സംഘടിപ്പിക്കുകയാണ്. സ്വാഭാവികമായി ഓട്ടം നമ്മുടെ ജില്ലയിലെ പിന്നോക്കാവസ്ഥ അനർത്ഥമാക്കുന്ന അല്ലെങ്കിൽ അതിനെ സിമ്പലൈസ് ചെയ്യുന്ന രീതിയിൽ പിറകോട്ടാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ അതിന്റെ എന്താ വെച്ചാൽ നമ്മൾ പുറകോട്ട് ഓടി തീർക്കാനല്ല, 2 അടി പുറകോട്ട് വെച്ച് പിന്നീട് മൊത്തം നമ്മൾ മുമ്പിലോട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. വാർത്താ സമ്മേളനത്തിൽ TA ഷാഫി, PS മുണിജിത്തായ, കാസർഗോഡ് ചിന്ന AK ശ്യാംകുമാർ, BK ഖാദർ, ചന്ദ്രൻ മുട്ടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ 421 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് 28-ന് നടക്കും. ഉപതെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അജാനൂർ പഞ്ചായത്ത് ഭരണത്തിന്റെ വിധി നിർണയിക്കുന്ന മത്സരങ്ങൾക്കാവും 28-ാം തീയതി സാക്ഷ്യം വഹിക്കുക. 21-ാം വാർഡിൽ ജോലി ആവശ്യാർത്ഥം പഞ്ചായത്ത് അംഗം V ബാലൻ രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യമൊരുങ്ങിയത്. 4-ാം വാർഡിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ UV ഹസൈനാർ മരണപ്പെട്ടതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 4-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി അനിത കരുണാകരൻ നോമിനേഷൻ സമർപ്പിച്ചു. 21-ാം വാർഡിൽ പവിത്രൻ BJP സ്ഥാനാർത്ഥിയായി റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്ഥാനാർത്ഥികളോടൊപ്പം വാർഡംഗങ്ങളായ K ബാലകൃഷ്ണൻ, ചഞ്ചലാക്ഷി, BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K രവീന്ദ്രൻ, സുനിൽ, സുമംഗല എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. കാസർഗോഡ് രാംദാസ് നഗർ അയ്യപ്പ ഭജന മന്ദിരം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സാമൂഹ്യ ശനീശ്വര പൂജ നടന്നു. ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു അശ്രയുടെ കാർമ്മികത്വത്തിലായിരുന്നു പൂജ സംഘടിപ്പിച്ചത്.
ആഘോഷത്തിന്റെ ഭാഗമായി ധാർമ്മിക സഭ, ശാസ്ത്രീയ സംഗീതം, മാജിക് ഷോ എന്നിവയും നടന്നു. വാർത്തകൾ ചുരുക്കത്തിൽ. വീടിന് സമീപത്തായി നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിയ നിലയിൽ. ഉപ്പള കൊടിബയൽ പാവൂരിലെ മുനീറിന്റെ ഓട്ടോയാണ് കത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. നിർത്തിയിട്ട കോഴി ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. കാസർഗോഡ് മാർക്കറ്റ് കുന്നിലെ ഹൈദറിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് കാസർഗോഡ് ഫിർദൌസ് റോഡിലായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ ഹൈദറിനെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന എം.കോം വിദ്യാർത്ഥി മരിച്ചു. കാസർഗോഡ് പുലിക്കുന്നിലെ പത്മനാഭൻ പത്മലത ദമ്പതികളുടെ മകൻ പ്രിതേഷാണ് മരിച്ചത്. 21 വയസ്സായിരുന്നു. പള്ളിക്കര GMAUP സ്കൂളിൽ പ്ലാസ്റ്റിക് രഹിത ഹരിത ഭൂമി പദ്ധതിക്ക് തുടക്കമായി. പ്രദേശത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥികൾ പദ്ധതി നടപ്പിലാക്കുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന മണ്ണിന്റെ ഹരിതാഭ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഹരിതഭൂമി പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രദേശത്തെ വീടുകളിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് വിമുക്തമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പുതുവത്സര ദിനത്തിൽ പദ്ധതിക്ക് തുടക്കമിടുകയായിരുന്നു. ഹരിതഭൂമി പദ്ധതി പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് DRDCയുടെ സഹായത്തോടുകൂടി പഞ്ചായത്തിന്റെ ഒരു മിനി ഇൻഡസ്ട്രിയലിനകത്ത് ഒരു പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് തുടങ്ങാം എന്നുള്ള നിലയിൽ ഞങ്ങൾ ടെൻഡർ കൊടുത്തു. അത് കണ്ണൂരിൽ നിന്ന് വന്ന ഒരാൾ ഇതിൻ്റെ ടെൻഡർ എടുത്ത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനം ചെയ്ത് കുറച്ച് ഒരു വർഷം വളരെ നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി. പക്ഷേ പിന്നീട് അതിൻ്റെ മെഷീനറീസുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ ആ പ്രവർത്തനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും നമ്മളതിനെ പ്രവർത്തനക്ഷമമാക്കാൻ ആവശ്യമായ ഒരു നിലയിൽ ഇടപെടുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് അവിടെ എടുക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് കളക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ സംസ്കരണ പരിപാടി ഇപ്പോൾ നടക്കുന്നില്ല. അത് ഏതായാലും ഞങ്ങൾ പുനരാരംഭിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു അപകടം നമ്മുടെ സമൂഹത്തിന് ബോധ്യമുണ്ടായാൽ സ്വാഭാവികമായി നമ്മൾ ഇതിനെ ഈ ഒരു നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും. പരിസ്ഥിതി പ്രവർത്തകൻ TP പത്മനാഭൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. K ഹരിദാസ് പദ്ധതി വിശദീകരിച്ചു. BPO P ശിവാനന്ദൻ, K രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ പവിത്രൻ സ്വാഗതവും ഇക്കോ ക്ലബ് കൺവീനർ P ശ്രീകല നന്ദിയും പറഞ്ഞു. സാരമായി പ്രധാന വാർത്തകൾ വീണ്ടും. ആബിദ് വധ 3 പേർ കൂടി പിടിയിൽ, അന്വേഷണം തുടരുന്നു. വ്യാജ മണൽ പാസ്, മുഖ്യപ്രതിയും യൂത്ത് ലീഗ് നേതാവുമായ റഫീഖ് കേളോട്ടിനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. KCN ഇത് ഇമ്പാക്റ്റുകളുടെ വർഷം. 2014 KCN വാർത്തകൾ തുണയായത് നിരവധി കുടുംബങ്ങൾക്ക്. ഓരോ വാർത്തയും സോഷ്യൽ മീഡിയയിൽ 1 BJP മെഗാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം. കാസർഗോഡ് ജില്ലയിൽ 2 ലക്ഷം പേരെ BJP അംഗങ്ങളാക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ. ജില്ലയിലെ CCTV ക്യാമറകൾ ഉടൻ മെഴി തുറക്കും. ഒരുങ്ങുന്നത് 86 ക്യാമറകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.